ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനകളുമായി സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ മുഖ്യമന്ത്രി മുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ഫ്ലാഗ് ഓഫിനെത്തി. ഹജ്ജാജിമാർക്കുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശമാണ് ഇനി. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഭൗതിക സൗകര്യം അല്ല നോക്കാറുള്ളത്. ഭൗതിക സൗകര്യത്തെക്കുറിച്ച് ആർക്കും യാതൊരുവിധ വേവലാതിയും ഇല്ല. പക്ഷേ യാത്ര അയക്കുന്ന പറഞ്ഞയക്കുന്ന നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. ഹാജിമാരുടെ മനസ്സിൽ പുണ്യകർമ്മം ഹജ്ജ് ശരിയായ രീതിയിൽ നിർവഹിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവൂ. ജീവിതത്തിൽ ഒരിക്കൽ മനുഷ്യന് കിട്ടുന്ന ഒരവസരമാണ്, ദൈവം തന്ന അള്ളാഹു തന്ന ഒരവസരമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ചെറുതും വലുതുമൊക്കെയായി മനുഷ്യന് ജീവിതത്തിൽ വരുന്ന സകല പാപങ്ങളും സകല കൃത്യവിലോപങ്ങളും കാര്യങ്ങളുമൊക്കെ പുറത്തു കിട്ടും എന്ന് ഹജ്ജ് ശരിയായാൽ, ഹജ്ജ് സഹിയായ ഹജ്ജായി മാറിയാൽ എന്നുറച്ച വിശ്വാസത്തോടുകൂടി ത്യാഗസന്നദ്ധരായി പുറപ്പെടുന്നവരാണ്. അവരുടെ മനസ്സിൽ മറ്റൊരു ഭൗതിക ചിന്തയും ഉണ്ടാവുകയില്ല. അങ്ങനെ സമർപ്പണത്തോടുകൂടി, സമർപ്പിത ബോധത്തോടുകൂടി എല്ലാം ദൈവത്തെങ്കിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതം തന്നെ ഇനി വേറൊരു ജീവിതം, അതായത് ജനിച്ച് വീഴുന്ന ഒരു ശിശുവിൻ്റെ അത്ര നിഷ്കളങ്കതയോടുകൂടി ഞാൻ ആയിത്തീരണേ, എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ഹാജിയും അതുപോലെ തന്നെ അതിന് പുറപ്പെടുന്ന സഹോദരിമാരും എല്ലാവരും ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഞങ്ങളുടെ ഹജ്ജ് ശരിയായി നിർവഹിച്ചു വരാനുള്ള അവസരം ഉണ്ടാവണേ എന്ന പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു ഞങ്ങളുടെ ഹജ്ജ് ശരിയായ രീതിയിലാക്കി തരട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിഥികളാകാൻ പോകുന്ന വിശ്വാസികൾക്ക് ശുഭയാത്ര. ഹജ്ജാജിമാർ പോയപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ അവശേഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ശത്രുവായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം കൂടി ഹൈക്കോടതി നൽകിയിരിക്കുകയാണല്ലോ. ഒരു മാസം നീട്ടിക്കൊടുത്താൽ തന്നെ പുതിയ വിഭജനം അനുവദിക്കാതെ പഴയ പഞ്ചായത്തുകൾ വച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴുള്ള സങ്കടം വേറെ. കൂടുതൽ സങ്കടങ്ങളും ആഹ്ലാദങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.